കഴിഞ്ഞ നാളുകളിലെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തതും എന്നാൽ ദൈവത്തിന് സാധിച്ചതുമായ മരുഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തായിരുന്നു? അത് മന്നയായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണം എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്ന് മഴ പോലെ വർഷിക്കുന്നു. ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? മനുഷ്യർക്ക് അത് അസാധ്യമാണ്. എന്നാൽ ആർക്കാണത് ചെയ്യാൻ സാധിക്കുന്നത്? ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണത്. ഇത് സംഭവിക്കുമോ? ഇത് ഇങ്ങനെ സാധിക്കുമോ? എന്നിങ്ങനെയുള്ള ചിന്തകളും ഉത്കണ്ഠകളുമാകുന്ന രോഗത്തെ നാം ഇപ്പോൾ വിശ്വാസത്താൽ തരണം ചെയ്യണം. മനുഷ്യർക്ക് അത് ചെയ്യാൻ കഴിയില്ല. 40 വർഷക്കാലം അത്രയധികം ഭക്ഷണം സ്വർഗത്തിൽ സംഭരിച്ചു വെച്ച് ഇസ്രായേലിയർ പോകുന്നിടത്തെല്ലാം അത് മഴ പോലെ വർഷിപ്പിക്കാൻ ഒരു മനുഷ്യന് എങ്ങനെ സാധിക്കും? അവർ ഡേഗുവിലേക്ക് പോയാൽ ഡേഗുവിൽ ഭക്ഷണം ഇറങ്ങും, ബുസാനിലേക്ക് പോയാൽ ബുസാനിൽ ഇറങ്ങും, അമേരിക്കയിലേക്ക് പോയാൽ അമേരിക്കയിൽ ഇറങ്ങും. ഇസ്രായേലിയർ ഇതിനകം അമേരിക്കയിലേക്ക് പോയിരിക്കെ ഭക്ഷണം മുഴുവൻ കൊറിയയിലാണ് നൽകിയിരുന്നതെങ്കിൽ മന്ന ശേഖരിക്കാൻ അവർക്ക് തിരികെ വരാൻ കഴിയുമായിരുന്നോ? അത് ഇറങ്ങേണ്ട സ്ഥലവും അവിടുന്ന് കൃത്യമായി നൽകുന്നു. പ്രിയമുള്ളവരെ, ഇത് അത്ഭുതകരമല്ലേ? സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിച്ചു എന്ന് പറയുമ്പോൾ മന്ന വീണുവെന്ന് തോന്നുന്നു എന്ന് ലഘുവായി ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല അത്. ഇസ്രായേലിയർ യാത്ര ചെയ്തപ്പോഴെല്ലാം അവർ എത്തിയ പുതിയ സ്ഥലത്ത് എപ്പോഴും മന്ന നൽകപ്പെട്ടിരുന്നു. ഒരു മനുഷ്യന് അത് ചെയ്യാൻ കഴിയുമോ? മനുഷ്യർക്ക് അത് അസാധ്യമാണ്. എന്നിരുന്നാലും ആർക്കാണ് അത് ചെയ്യാൻ കഴിയുക? ദൈവത്തിന് അത് സാധ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവം നയിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന സുവിശേഷം തീർച്ചയായും ലോകം മുഴുവൻ വ്യാപിക്കുമെന്ന് നാം എല്ലാവരും വിശ്വസിക്കേണ്ടതല്ലേ? പിന്നീട് ഇസ്രായേലിയർ ചെങ്കടലിനെ നേരിട്ടപ്പോൾ അവരെ വീണ്ടും പിടികൂടാൻ ഈജിപ്ഷ്യൻ സൈന്യം അവരെ പിന്തുടർന്നു. രഥങ്ങളിൽ കയറി ഫറവോൻ രാജാവും തന്റെ സൈന്യാധിപന്മാരും ഇസ്രായേലിയരെ പിന്തുടർന്നു. മുന്നിലാകട്ടെ ചെങ്കടൽ അവരുടെ വഴി തടയുകയും ചെയ്തു. അപ്പോൾ ദൈവം ചെങ്കടലിനെ എന്തു ചെയ്തു? അവിടുന്ന് അത് വിഭജിച്ചു. ഒരു മനുഷ്യന് ചെങ്കടലിനെ വിഭജിക്കാൻ കഴിയുമോ? സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിപ്പിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് മാത്രമല്ല, ചെങ്കടലിനെ വിഭജിക്കാനും നമുക്ക് കഴിയില്ല. മനുഷ്യർക്ക് അത് അസാധ്യമാണ്. എന്നാൽ ആർക്കാണ് അത് ചെയ്യാൻ കഴിയുക? ദൈവം എല്ലാം നിറവേറ്റുന്നു. ദൈവം മുന്നിൽ നിന്ന് നമ്മെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് സുവിശേഷം പൂർത്തിയായി എന്ന വാർത്ത കേൾക്കുക മാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ. ദൈവം ചെങ്കടൽ വിഭജിക്കുകയും അതിലൂടെ കടന്നുപോകുവാൻ അനുവദിക്കുകയും മരുഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് മന്ന നൽകുകയും ചെയ്തു. ഇങ്ങനെയുള്ള ചരിത്രമെല്ലാം മനുഷ്യർ നിവർത്തിക്കുന്നതാണെന്ന് ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഈ പ്രവൃത്തികളെല്ലാം ഫലപ്രാപ്തിയിലെത്തിക്കുന്നതും പൂർത്തീകരിക്കാൻ സഹായിക്കുന്നതും ദൈവമാണ്. ഇത് ഒരു മനുഷ്യന് ഒരിക്കലും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമല്ലേ? സ്വർഗത്തിൽ മന്ന സംഭരിച്ച് അവിടെ നിന്ന് അത് വർഷിപ്പിക്കുവാൻ ഒരു മനുഷ്യന് എങ്ങനെ കഴിയും? ആഴമേറിയ ചെങ്കടലിലെ വെള്ളം കോരി വറ്റിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് എങ്ങനെ കരഭൂമി ഉണ്ടാക്കാൻ കഴിയും? ഇതൊന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഈ പ്രവൃത്തികളെല്ലാം നിവർത്തിച്ചത് ദൈവം മാത്രമാണ്. അത്ഭുതകരമായ മറ്റൊരു പ്രവൃത്തി കൂടിയുണ്ടല്ലോ, അല്ലേ? യേശു ക്രിസ്തു മനുഷ്യരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരണം വരിച്ചു. നമ്മുടെ സകല പാപങ്ങൾക്കും പകരമായി അവിടുന്ന് ക്രൂശിൽ തറയ്ക്കപ്പെടുകയും എന്റെ പാപങ്ങൾ നിമിത്തം പ്രായശ്ചിത്തയാഗമായി മരിക്കുകയും ചെയ്തു. അവിടുത്തെ വിലാപ്പുറം കുന്തത്താൽ കുത്തപ്പെടുകയും എണ്ണമറ്റ ചാട്ടവാറടികൾ ഏൽക്കുകയും മുൾക്കിരീടം ധരിച്ച് വേദനയോടെ വധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം അവിടുന്ന് ഉയിർത്തെഴുന്നേറ്റു. ഒരു മനുഷ്യന് അത് ചെയ്യാൻ കഴിയുമോ? ഒരു മനുഷ്യനും നിവർത്തിക്കാൻ കഴിയാത്തത് ആരാണ് നിവർത്തിച്ചത്? നമുക്ക് മത്തായി അധ്യായം 19 എടുക്കാം.
ഇത് മത്തായി അധ്യായം 19 വാക്യം 26 യേശു അവരെ നോക്കി, അതു മനുഷ്യർക്കെന്ത് അസാധ്യമെങ്കിലും ദൈവത്തിനാര് സകലവും സാധ്യം എന്ന് പറഞ്ഞു. മറുവശത്ത് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് സകലവും സാധ്യമാണ്. എന്നിരുന്നാലും ദൈവത്തിൽ വിശ്വസിക്കാതെയും അവിടുത്തെ ശക്തി മാനുഷിക കഴിവിനേക്കാൾ കുറഞ്ഞതാണെന്ന് കരുതുകയും ചെയ്തതിനാൽ അവർ ഇപ്രകാരം സംശയിച്ചു. ദൈവത്തിന് എങ്ങനെ ചെങ്കടൽ വിഭജിക്കാൻ കഴിയും? അവിടുന്ന് അത് ശരിക്കും ചെയ്യുമോ? ദൈവം തീർച്ചയായും സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിക്കുമോ? ദൈവം സകലവും പൂർത്തീകരിക്കുകയും നമുക്ക് സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതിനായി വ്യക്തമായ തെളിവുകൾ നൽകുകയും ചെയ്തിട്ടും അത് മനുഷ്യർക്ക് അസാധ്യമാണ്. അത് വ്യക്തമാണ്. മാനുഷിക ശക്തി കൊണ്ട് ചെങ്കടലിനെ വിഭജിക്കാൻ കഴിയുമോ? തീർച്ചയായുമില്ല. മാനുഷിക ശക്തി കൊണ്ട് മരിച്ചവരെ ഉയിർപ്പിക്കാൻ കഴിയുമോ? അത് അസാധ്യമാണ്. മാനുഷിക ശക്തി കൊണ്ട് സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിപ്പിക്കാൻ കഴിയുമോ? അത് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് അത് എങ്ങനെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവിടുത്തേക്ക് സകലവും സാധ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. സകലവും ചെയ്യാൻ കഴിവുള്ള ദൈവം നമ്മെ വിളിച്ചതിനാൽ നമുക്ക് അസാധ്യമായതുപോലും സകലവും ചെയ്യാൻ കഴിവുള്ള അവിടുന്ന് മുഖാന്തരം നമുക്കും ചെയ്യാൻ കഴിയുന്നവരായി തീർന്നു.